ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് പ്രായം അങ്ങോട്ട് ഇതായിട്ടില്ല. ഈ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന നമ്മുടെ ഇന്ത്യക്ക് എന്തുവാ ഒരു അപമാനിക്കുന്ന രീതിയിൽ ഇന്ത്യനെ തന്നെ കുറ്റം പറയുന്നത്. അതെ 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 ചേച്ചി, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പലവിധ മേഖലകളിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മോദി നമ്മുടെ എന്തെങ്കിലും രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ മോദി എന്ത് പറയില്ലേ, എല്ലാ കുടുംബത്തിലും ഒരെണ്ണം കാണും. അതുപോലെ ഒരെണ്ണമാണ് പാവം, പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ 10 വർഷത്തിലധികമായിട്ട് തുടരുകയാണ്. നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ പല പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോഴും അദ്ദേഹം തന്നെ ഇനിയും തുടരണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കഴിവുള്ള ഒരു ഭരണാധികാരിയാണ്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിയും ഇതിലെല്ലാം ഉപരി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഒരു ദിവസം പോലും അവധി എടുക്കാതെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന്. പക്ഷെ ഒരു സൈഡിൽ ചേച്ചി ഇപ്പോഴും കോൺഗ്രസിനൊരു നിലവിളിയുണ്ട്. നിലവിളിയാണല്ലോ. അതെ, നമ്മുടെ അടുത്ത പ്രധാനമന്ത്രി, ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കും. എന്തോ രാഹുൽ ഗാന്ധി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ഒരാള് അല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് പ്രായം അങ്ങോട്ട് ഇതായിട്ടില്ല. കുഞ്ഞുമോനാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല പുള്ളിക്ക് ഞാൻ ചോദിക്കട്ടെ, എന്താ അറിയാന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ കാണിക്കുന്നു, എന്തൊക്കെയോ ആ ഒരു അവരുടെ പിൻഗാമികളെ കൂടെ പേര് ദോഷം കേൾപ്പിക്കുകയാണ്. സത്യമായിട്ടും ചേച്ചി, അതെനിക്ക് ഏറ്റവും പുള്ളിക്കാരൻ ചെയ്തതിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിദേശ രാജ്യങ്ങളിൽ പോയിരുന്ന നമ്മുടെ ഇന്ത്യക്ക് എന്തുവാ ഒരു അപമാനിക്കുന്ന രീതിയിൽ ഇന്ത്യനെ തന്നെ കുറ്റം പറയുന്നത്. അതെ അതെ, പുള്ളിക്കാരനൊരു ഇന്ത്യക്കാരനാണ്. പക്ഷെ മറ്റു നാടുകളിൽ പോയിരുന്ന ഇന്ത്യയെ കുറ്റം പറയുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ കുറ്റം പറയുക, അവിടെ എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. അപ്പം പുള്ളിക്കാരൻ അവിടെ പോയി ചെയ്യുന്നത് സ്വന്തം നാടിനെയാണ് എന്ത് ചെയ്യുന്നത് ചേച്ചി, ഇല്ലാതാക്കുന്നത്. അമ്മയും പിറന്ന നാടും അതിനെ കുറ്റം പറയുന്നവനെ നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. നാളെ അമ്മയെ കുറിച്ചും പറയുമെന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരുടെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ എന്ന് പറയുമ്പോഴാണ് ചേച്ചി വളരെ പറയുമ്പോഴാണ് അവിടെ നമുക്കൊരു അടിവര ഇടേണ്ടി വരുന്നത്. എന്താണ് ഭാവിയില് ഇനി പ്രധാനമന്ത്രി ഇല്ല അങ്ങോട്ട് കോൺഗ്രസ് ചെയ്യുന്നത്. കാരണം ഇതാണ് വരുന്നെങ്കിൽ ഞാൻ ചില പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ ഇപ്പോഴെല്ലാം മുൻപ് ചിലർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഭാവി പ്രധാനമന്ത്രിയല്ലേ അങ്ങനെ തന്നെ സ്വപ്നം കണ്ട് ഭാവിയിൽ എന്തെങ്കിലും പണ്ട് ഒരു നമ്മുടെ ഗണപതിക്ക് ഒരു കല്യാണത്തിന്റെ ഇതിന് വരുമ്പോഴത്തേക്ക് അച്ഛൻ എഴുതി കൊടുക്കും, ശരി കല്യാണം ഇന്ന് വേണമെന്ന് പറയുമ്പോൾ പറയും ഇന്ന് നടത്താൻ പറ്റൂല, നാളെ, ഇത് പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ, നാളെ കല്യാണം, നാളെയാണ് നിന്റെ കല്യാണം എന്ന് എഴുതി കൊടുക്കും. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ അടുത്ത ദിവസം രാവിലെ എഴുതിച്ച് വായിക്കുമ്പോ എന്താണ്, നാളെയാണ്. നമ്മുടെ ഈ ലോട്ടറി വായിക്കും. അതുപോലെ ഭാവി പ്രധാനമന്ത്രി അത് എഴുതി വെക്കുക, ഭാവി പ്രധാനമന്ത്രി നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും. അപ്പൊ രാവിലെ എണീറ്റ് അദ്ദേഹം ഇത് വായിക്കുന്നു, മടക്കി വെക്കുന്നു, അതേ നടക്കത്തുള്ളൂ എന്റെ ഒരു കാഴ്ചപ്പാടില്. കാരണം ഇപ്പൊ രാഹുൽ ഗാന്ധി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ മോദി ഗവൺമെന്റിന്റെ കീഴിൽ ലേഡീസിന് അത്രയ്ക്ക് നല്ലൊരു സ്വാതന്ത്ര്യമോ അവർക്ക് എല്ലാ മേഖലകളിലും ഒരുപോലെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ്. അതെന്ന് പറയുന്നത് ഒരു 100% ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. മോദി സർക്കാരിന്റെ ഈ ഒരു 10-11 വർഷത്തോളം ഈ ഒരു പ്രവർത്തനം എടുത്ത് നോക്കുമ്പോ അറിയാം, ഏറ്റവും കൂടുതൽ അതെ ചേച്ചി, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പലവിധ മേഖലകളിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മോദി ഗവൺമെന്റ്. നമ്മുടെ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചിരുന്നാലും അതൊരു വുമണാണ്. അതെ, അതും ഒരു ആദിവാസി ഗോത്രത്തിൽ നിന്ന്. അവിടെ ജാതി ഇതൊന്നും പറയുന്നതല്ല. പക്ഷെ നമുക്കറിയാം ഒരു സമയത്ത് അവരെ എല്ലാവരെയും താഴ്ത്തി കെട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരും ഉയർന്നു വരണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അത് മാത്രമല്ല, ആദ്യമായിട്ടാണ്
അവരുടെ ഈ മന്ത്രിസഭയിൽ 7 വനിതാ മന്ത്രിമാരാണ് ഉള്ളത്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ചേച്ചി. അതിൽ നിന്ന് തന്നെ അതെ, നാരി ശക്തി എന്നുള്ളൊരു പദത്തിലൂടെ അദ്ദേഹം പലയിടത്തും മെൻഷൻ ചെയ്ത് പല പ്രവർത്തനങ്ങളും പല പദ്ധതികളും അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നതിന് എന്തെങ്കിലും രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ മോദി ഗവൺമെന്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ആയിപ്പോയി. അത് എന്തോ പറയില്ലേ, എല്ലാ കുടുംബത്തിലും ഒരെണ്ണം കാണും, അതുപോലെ ഒരെണ്ണമാണ് പാവം, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് പഴയ പിൻഗാമികളെ നമ്മൾ ഒരുപാട് മനസ്സിൽ കൊണ്ട് നടക്കുകയും അല്ലെ ഒരുപാട് അഭിമാനം കൊള്ളുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു പിൻതലമുറയെ അവരെയും കൂടെ ഈ ഇദ്ദേഹമായിട്ട് അവർക്കും കൂടെ ചില അപമാനങ്ങളും അല്ലെ അവഹേളനങ്ങളും അല്ലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മളത് വിട്ടേക്കുക. നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് ഒരു കൊച്ചുകുട്ടി പോലും പറയില്ല. അതെ, അടുത്ത ഒരു പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയെ ആരും കണ്ടിട്ടില്ല. കോൺഗ്രസിലെ കുറച്ച് പേര് മാത്രം. കോൺഗ്രസിലെ എല്ലാവർക്കും ഈ അഭിപ്രായം ഇല്ലല്ലോ. ഇല്ല. പുള്ളിക്കാരന് ആരോ മനസ്സിൽ ഇൻജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി, നീയാണ് ഭാവി പ്രധാനമന്ത്രി. ആ ഒരു രീതിയിലാണ് കെട്ടും മട്ടും എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ വേറൊരു ആരോപണം, രാഹുൽ ഗാന്ധി BJP സർക്കാരിനായിട്ടുള്ള ഒരു ആരോപണം പറയുന്നത് അവര് വോട്ട് മോഷ്ടിച്ചാണ് ഇങ്ങനെ അധികാരത്തിൽ തുടരുന്നത്, മുഖ്യമന്ത്രി എപ്പോഴും PR വർക്കിന്റെ തിരക്കിലാണ്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല ചേച്ചി, ഒരു 3 പ്രാവശ്യവും കണ്ടിന്യൂസ് ആയിട്ട് ഹാട്രിക് വിജയം നേടി ജനങ്ങൾ ഈ മോദി സർക്കാരിനെ അല്ലെങ്കിൽ BJP സർക്കാരിനെ തിരഞ്ഞെടുക്കുമെങ്കിൽ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അത് വോട്ട് മോഷ്ടിച്ചിട്ടായിരിക്കും? ഒരിക്കലും വരുന്നില്ലല്ലോ. നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ മോഷ്ടിക്കേണ്ടത്. ഇത് കിട്ടും, എല്ലാവർക്കും അറിയാം. പാർട്ടി ഭേദമന്യേ എല്ലാവരും ഇപ്പോൾ ഏകകണ്ഠമായി ബഹുമാനിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോദി സർക്കാർ. ഇപ്പം നമ്മൾ BJP പാർട്ടിക്കാരെ ഇനി പറയും BJP പാർട്ടിക്കാരെയാണ് നിങ്ങൾ പിടിച്ചേക്കുന്നത്. ഒരിക്കലും അല്ല, നമ്മൾ ഇതായിട്ട് പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. സിറ്റിയിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയി ചോദിച്ചറിയാം. നമ്മുടെ കേരളത്തിൽ പോലും BJP സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. CPM കാരനും പോലും പറയുന്നത് ഞാനൊരു CPM കാരനാണ്, പക്ഷെ BJP വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ അവരിയ്ക്കുന്നത് കൊണ്ടും അല്ലാതെയും അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവര് പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം ഏറെക്കുറെ. നമ്മുടെ ഈ കോർപ്പറേഷനിലുള്ള ഒരു സീറ്റ് നില എടുത്തിരുന്നാൽ പോലും പ്രതിപക്ഷമായിട്ട് ഇന്നുള്ളത് കോൺഗ്രസ് അല്ല, CPM-ന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് BJP ആണ്. തീർച്ചയായിട്ടും അവിടെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് വേണ്ടുന്നുള്ള ഒരു ഓളവും അനക്കവും ഉണ്ട് ഇല്ലേ? കോർപ്പറേഷനിൽ BJP പ്രതിപക്ഷത്തിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് അനുസരിച്ച് കോർപ്പറേഷൻ ഏകദേശം അടുത്ത ഇത് കൊണ്ടുപോകുന്നത് BJP ആയിരിക്കും. അതെ, BJP ആയിരിക്കും. അറിയില്ല, നമുക്കറിയില്ല, എല്ലാം ഭരണമാണ്, ജനങ്ങളാണ്, മാറി മറിയാ എന്താണെങ്കിലും. പക്ഷേ പ്രതിപക്ഷത്തിരുന്ന് നല്ല ഓളവും നല്ല അനക്കവും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് BJP ആണ്. ഇവിടെ നമ്മുടെ സർക്കാരിൻ്റെ, അതായത് കേരള സർക്കാരിൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്നത് ആരാ? അവിടെ എന്താ നടക്കുന്നത്, എന്താണ് പറയുന്നത്, ആരാണുള്ളത്? എല്ലാവരും രാജാക്കന്മാരാണ്. അതെ, അപ്പോൾ ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ എല്ലാ കേടുപാടും അല്ലെങ്കിൽ എല്ലാ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഒന്നുമില്ല. നമുക്കറിയാലോ, ഒരു അംഗസംഖ്യ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് പല പാർട്ടികൾ ചേർന്നിട്ടാണ് BJP-ക്ക് എഗനസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ തന്നെയാണ്. ഞങ്ങൾക്ക് സീറ്റ് വേണം, ഞങ്ങൾക്ക് സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഉടുപ്പ് തയ്ച്ചു വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയാവാൻ. ഞാൻ ഉടുപ്പ്, അതുപോലെ രാഹുൽ ഗാന്ധി ഉടുപ്പ് തയ്ച്ചു വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി. ആ ഉടുപ്പ് എന്നും അയൺ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, മോദി അത്തരത്തിലാണ്. ഇപ്പം RSS-ഉം പല ആൾക്കാരും പറയുന്നുണ്ട്. അതെ, പല ആൾക്കാരും പറയുന്നുണ്ട് 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ അധികാരത്തിൽ തുടരരുത്, വരും തലമുറയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. പക്ഷേ ജനങ്ങളോട് പോയി ചോദിച്ചാൽ പോലും അവർ പറയുന്നത് മോദി എത്രത്തോളം കാലം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നുവോ അങ്ങ് തുടരട്ടെ എന്ന് തന്നെയാണ്. കഴിവാണ്, പ്രായത്തിന് മറന്നുകൊണ്ടുള്ള ചുറുചുറുക്കാണ്. എവിടെയെങ്കിലും ചെല്ലുമ്പോ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരിക്കുന്ന ഒരിക്കലും ഇല്ല. നല്ല യങ് മാൻ, എനർജറ്റിക് ആയിട്ട് പുള്ളിക്കാരന്റെ യോഗ എന്ന് പറയുന്ന ദിനചര്യ എല്ലാം തന്നെയാണ് അതിന് കാരണം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തായിരുന്നാലും സാമ്പത്തിക രംഗത്തായിരുന്നാലും നമ്മൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവാൻ വേണ്ടിയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ
നമ്മുടെ ഇടയ്ക്കൊരു സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വന്നപ്പോ പോലും ആ സമയത്ത് പുള്ളിക്കാരൻ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് സർക്കാരാണ് ഇരുന്നെങ്കിൽ അങ്ങനെ എടുത്തതൊന്നും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ കാലത്താണ് ഈ അടിയന്തരാവസ്ഥയും മറ്റും ഉണ്ടായത്. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമില്ല പല സമയങ്ങളിലും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴത്തേക്ക് അറിയാലോ, നമ്മുടെ വാജ്പേയിയും ഒക്കെ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും അറിയാലോ. അത് ശക്തമായ തീരുമാനങ്ങൾ അടിയുറച്ച് വളരെ ശക്തമായിട്ട് പറഞ്ഞ് അത് നടപ്പാക്കിയിട്ടുള്ളത് BJP സർക്കാർ തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്. അതെ, അല്ല അത് ഇപ്പോഴ് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത് BJP സർക്കാർ കേന്ദ്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി അവർ പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുക്കും. ആ രീതിയിൽ തന്നെ പോവാനായിട്ട് അത് അങ്ങനെ എടുത്തത് കൊണ്ടാണ് നമ്മുടെ തലപ്പെട്ട് എന്തൊരു തല വെട്ടി പോവാണ്ട് ഇന്നും നമ്മൾ ജീവിക്കുന്നത് ഇല്ലേ. അപ്പൊ അതുപോലെ ഇന്ന് രാഷ്ട്രീയത്തില്, അതായത് കേന്ദ്രത്തില് എന്ത് ശക്തമായ തീരുമാനം എടുക്കാനും അദ്ദേഹത്തിന് ആരോടും വേറെ ഒന്നും പറയണ്ട. പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഗുണം ഉണ്ടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് പറയാൻ നമ്മളിത് പാർട്ടി ഇതായിട്ട് വേറെ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും പാർട്ടി ബേസിലല്ല, വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ ഏതൊരാളിനും സമ്മതിക്കുന്ന ഒരാളാണ് മോദി. അദ്ദേഹം വരട്ടെ, പുതിയ കാര്യങ്ങളൊക്കെ വരട്ടെ. ഈ നോട്ട് മാറിയതിനെയൊക്കെ പലരും എടുത്ത് ചില സമയങ്ങളിൽ വിതറുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരും പറയുന്നത് അത് വന്നത് നല്ലതായി, അത് എങ്ങനെയാണെങ്കിലും അത് പോട്ടെ, അത് വിട്ടേക്കും. അദ്ദേഹം ചെയ്യുന്ന ചെറിയ മൈന്യൂട്ടായ ഒരു പ്രശ്നത്തിനെ കൊണ്ടുവരുന്നതിന് കാട്ടി അദ്ദേഹം ചെയ്ത എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, അത് പറയും നിങ്ങൾ. അപ്പോൾ കേന്ദ്രത്തിലിരിക്കുന്നതിൽ മോദി സർക്കാർ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരള സർക്കാർ പറയുന്നു അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അതൊന്നും അത് നമുക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ചയിലോട്ട് പോകുന്നില്ല. കിട്ടുന്നില്ല, സർക്കാർ തരുന്നില്ല, നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തരുന്നില്ല, കേന്ദ്രവിഹിതം എത്തുന്നില്ല. ഇതേ കേന്ദ്രവിഹിതം എത്താത്തത് കൊണ്ടാണ് സംസ്ഥാനം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്യ സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെയാണ്, അവർക്കും കേന്ദ്രവിഹിതം എത്താത്തത് കൊണ്ട് അവർ ദാരിദ്ര്യത്തിൽ പെട്ടുപോവുകയാണ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനുണ്ടല്ലോ ഇല്ലേ. മുഖ്യമന്ത്രിയുടെ ദൂരത്തിനും അമേരിക്കയിലുള്ള വിദേശത്ത് പോകാനായിട്ട് അതിനെല്ലാത്തിനും കാശുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ എവിടെ വികസനം ഒന്നിനുമില്ല, എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയിലോട്ടാണ്. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, അത് കഴിഞ്ഞ് അങ്ങോട്ട് അല്ലേ. ഇപ്പം ഈ പ്രധാനമന്ത്രിയുടെ ഒരു കുപ്പായം തുന്നി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അത് കിനാവ് കണ്ടിരിക്കാൻ മാത്രമേ രാഹുൽ ഗാന്ധി ഒരു യോഗമുള്ളൂ. അത് മാത്രമേ വേണമെങ്കിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് നോക്കുക. അല്ലാണ്ട് ഒരു കാരണവശാലും കയറി വരും എന്നൊരു വിശ്വാസം ആർക്കുമില്ല, അവരുടെ പാർട്ടിക്കാർക്ക് പോലും ഇല്ല. ഈ പറഞ്ഞ് പാവത്തിനെ ഇളക്കിക്കൊണ്ട് മുന്നോട്ട് നിർത്തുന്നവരൊക്കെ പോലും ഉള്ളി പറയുന്നുണ്ട് എന്തായാലും ഇല്ല എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ വരത്തില്ല എന്ന് അവർക്കും അറിയാം. പകൽ കിനാവുകൾ കണ്ടു വേണ്ട. നമുക്ക് ഇവിടെ വയനാട് അവിടെ ഇവിടെയൊക്കെ നിന്ന് എം എൽ എ ആയിട്ട് ആൾക്കാർ കണ്ടതേ ഇല്ല. MP യോ MLA യോ പഞ്ചായത്ത് പ്രസിഡന്റോ അങ്ങനെയൊക്കെ ആയി കയറി വരുമ്പോഴത്തേക്ക് മാത്രമേ രാഷ്ട്രീയം എന്താണെന്ന് അറിയുള്ളൂ. അതിന്റെ ഗുണങ്ങൾ നിൽക്കുന്നത് 25 വർഷമായിട്ട് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഭരണ തലവനായിട്ട് മുന്നേറുന്ന ഒരു വ്യക്തിയാണെന്നും കൂടി രാഹുൽ ഗാന്ധി. അദ്ദേഹം എല്ലാ മേഖലകളിലും ഇരുന്ന് പഠിച്ചു കയറി വന്ന ഒരാളാണ്. പെട്ടെന്ന് ഒരു ദിവസം പ്രധാനമന്ത്രി ആയതല്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടാണ് 25 വർഷം ആവുന്നത്. അതിനു മുൻപും പുള്ളിക്കാരൻ ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രയോ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, കാരണം വേറൊന്നും അല്ല, നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പൊ അതുല്യ പറഞ്ഞിരുന്നു സ്ത്രീകൾക്കൊന്നും ഒരു ഇതില്ല. നമ്മുടെ ബംഗാളിലാണ് മമത, അതെ പുള്ളിക്കാരത്തി ഇപ്പോ 2 ദിവസത്തിന് മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയത് കണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം. അതായത് സ്ത്രീകളെ പലരും കുറ്റബലാത്സംഗം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന കാലമാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കണ്ട, അങ്ങനെ ഒരു അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞേക്കുന്ന പുള്ളിക്കാരത്തി പറയുന്നത് സ്ത്രീകൾ രാത്രി അധികം പുറത്ത് സഞ്ചാരം വേണ്ട, മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കൂടുതൽ സ്ത്രീകളും കൂടെ കുറച്ച് പ്രശ്നങ്ങളാവുന്നു. അതുകൊണ്ട് സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കണ്ട, പിന്നെ കുറച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മുടെ മോദി സർക്കാർ പറയുന്നത് സ്ത്രീകൾ ഇറങ്ങി നടക്കാൻ എന്തിനു ഭയപ്പെടണം? അതെ, യോഗ മറ്റേ എന്തോ കളരിപ്പയറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അല്ലേ, എല്ലാ സ്ത്രീകളും അത് പഠിക്കുക. പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് നിങ്ങൾ പ്രതികരിക്കൂ, സ്ത്രീകൾക്ക് ഒരിടത്തും വിലക്ക് കൽപ്പിച്ചിട്ടില്ല അദ്ദേഹം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സർക്കാരിനെ തന്നെയാണ് ചേച്ചി എന്നിട്ട് ആൾക്കാരും ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള സർക്കാരിനെ തന്നെയാണ്. മുന്നോട്ട് വികസനങ്ങൾ കൊണ്ടുവരിക, നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, അത് ആരായിരുന്നാലും നമ്മൾ കൈയടിച്ച് അംഗീകരിക്കുക അല്ലേ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും തുന്നി വെച്ചേക്കുന്ന കുപ്പായം കളയണ്ട, വെച്ചേക്കുക. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടല്ലോ, ആരുമില്ലാതായി വരുമ്പോഴെങ്കിലും നമുക്ക് ചിലപ്പോൾ വേണ്ടി വരാം. ഇത് ഒന്നോടെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്, ഓരോരുത്തരെ പ്രവൃത്തി. കാരണം ഒരാളിന് എങ്ങനെയായിരിക്കണം, ഇത്രയും
ഉയർന്ന ഒരു പദവിയിലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള പെരുമാറ്റവും കൂടെ വരണ്ടേ അല്ലേ? അപ്പോൾ അത് അദ്ദേഹത്തിൽ നിന്നും കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും കളിയാക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ മോശപ്പെടുത്തുന്നതോ അങ്ങനെ ഒന്നുമല്ല, ഒരിക്കലും അല്ല. ഇത് ഞങ്ങളുടെ അല്ല അഭിപ്രായം, പല പബ്ലിക്കിൽ നിന്നും ജനങ്ങളിൽ നിന്നും കിട്ടിയ അഭിപ്രായമാണ് ഞങ്ങളിവിടെ പറഞ്ഞു പോകുന്നത്. അല്ലാതെ ആരെയും പ്രത്യേകിച്ചെടുത്ത് അധിക്ഷേപിക്കുന്നതോ ഒരാളിനെ എടുത്ത് പുകഴ്ത്തുന്നതോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറ. അത് നല്ല ഭാഷയിൽ സഭ്യമായ രീതിയിൽ പ്രതികരിക്കുക. കാരണം നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നൊരു രീതി നിങ്ങളും കാണിക്കില്ല. നിങ്ങൾ തരുന്ന കമൻറ്റിൽ നിന്ന് നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്രക്കാരാണ്, നിങ്ങളുടെ ആ ഒരു അല്ലേ, നിങ്ങളുടെ കൾച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതും നമുക്കും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി കമൻറ്റ് ഇടാനല്ല ഞാൻ ഈ പറയുന്നത്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ച് ഇത് പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ അയ്യോ ഇത് അങ്ങനെയല്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കമൻറ്റുകൾ ഇടൂ. കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ പറയാനാണ്, അല്ലാതെ വേറൊരു വൾഗർ രീതിയിലുള്ള ഒരു സംസാരത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അത് നിങ്ങളോട് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പലരും പല ഇത് കമൻസുകളൊക്കെ ഇടുന്നുണ്ട്, നമ്മൾ കേട്ടത് കാണുന്നു അങ്ങ് പോട്ടെ എന്നൊക്കെ പറയുന്നത്. പക്ഷേ പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആ കമൻസിലൂടെ നിങ്ങൾ ആരാണ് എന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കമൻസുകളൊക്കെ ഇടണ്ടെന്നല്ല, അത്യാവശ്യം നല്ല കമൻസുകൾ പ്രതികരിക്കാം. അത് നല്ല ഭാഷയിൽ പ്രതികരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു എന്തെങ്കിലും ഒരു ചർച്ചയായിട്ട് വരും നമ്മൾ ഉടനെ തന്നെയായിട്ട്. അതെ.